മൗനത്തിൻ്റെ സവിശേഷതകൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും, വിജ്ഞാനികൾ പോലും എപ്പോഴും മൗനമായിരിക്കും കൂടുതൽ സ്വീകരിക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ ഗുരു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുരുവായിട്ടുള്ള മഹാദേവൻ പോലും മൗനത്തിലൂടെയാണ് സംസാരിച്ചത്. ആത്മനിയന്ത്രണമുള്ളവൻ്റെ, ധൈര്യശാലിയുടെ, ശാന്തതയുടെ രൂപമാണ് മൗനം. വാദിക്കാനും ജയിക്കാനുമല്ല, സ്വയം അറിയാനുള്ള മാർഗമാണ് മൗനം. സ്വന്തം മനസ്സിനെ കീഴടക്കുവാൻ പോകുന്നവനാണ്, അതിനുള്ള മനസ്സുള്ളവനാണ് ഏറ്റവും വലിയ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. പുറത്തുള്ള ശത്രുവിനെ ജയിക്കുക എന്നുള്ളത് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ തൻ്റെ ഉള്ളിൽ കോപം, അഹങ്കാരം, ഭയം, അസൂയ, ആശങ്ക എന്നിവയെ ജയിക്കുക എളുപ്പമല്ല. അതിനുള്ള ആയുധങ്ങൾ തയ്യാറാക്കിയെടുക്കാനുള്ള സമയമാണ് മൗനം. വാക്ക് വെള്ളിയാണെങ്കിൽ മൗനം പൊന്നാണ്. പണ്ടുള്ള മനുഷ്യർക്ക് മൗനത്തിൻ്റെ മഹത്വം അറിയാമായിരുന്നു. എല്ലാ സമയത്തും മൗനം പാലിക്കണമെങ്കിലും നമുക്ക് ഒരു അനീതി നേരിടുമ്പോൾ അത് നമ്മൾ മൗനം പാലിക്കരുത്. തുറന്നു പറയേണ്ടിടത്ത് തുറന്നു പറയണം. അതായത് സത്യം പറയേണ്ടിടത്ത് മിണ്ടാതിരിക്കുക ധൈര്യമല്ല. അതിനാൽ എപ്പോൾ, എവിടെ, ഏതു നേരത്ത്, ആരൊക്കെ മൗനം പാലിക്കണമെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. മൗനമൊരു വിളക്കാണ്. പുറത്തുള്ള ശബ്ദം കുറയുമ്പോൾ അകത്തുള്ള ശബ്ദം കേൾക്കുവാൻ തുടങ്ങും. അവിടെ മനുഷ്യൻ അവനെ സ്വയം കണ്ടെത്തുന്നു. ശബ്ദങ്ങളെ കേൾക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ സ്വരങ്ങൾ രൂപപ്പെടുത്തി. പ്രതിസന്ധികളിൽ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. ഏറ്റവും വലിയ സൃഷ്ടികൾ രൂപപ്പെടുന്നത് ആരോടും പറയാത്ത നീണ്ട മൗനത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന വേദനകളിൽ നിന്നാണ്. മൗനം എന്നത് ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. നാവിൻ്റെ ശക്തിയേക്കാൾ ഹൃദയത്തിൻ്റെ ശാന്തതയാണ് മൗനം. എന്നാൽ അത് സംസാരിക്കാതെ മുഖത്ത് തെളിയുന്ന ഭാഷയാണ്. ശബ്ദമില്ലാതെ പാടുന്ന ഗാനവേദികളാണ്. മനുഷ്യൻ ജനിക്കുന്ന നിമിഷം വരെ, മനുഷ്യൻ ജനിക്കുമ്പോൾ ആദ്യം കരയും, മരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ കരയും. ഇടയിൽ മുഴുവൻ ജീവിതവും ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത് പലപ്പോഴും നീണ്ട മൗനങ്ങളിൽ നിന്നാണ്. കാരണം സത്യങ്ങൾ കേൾക്കുവാൻ ചെവി വേണ്ട, ചില സ്നേഹങ്ങൾ പറയുവാൻ വാക്കുകൾ വേണ്ട, ചില വേദനകൾക്ക് ശബ്ദം വേണ്ട, ചില മനുഷ്യരെ നമുക്ക് മനസ്സിലാക്കാൻ മൗനം അതുമാത്രം മതി. എല്ലാ പുഞ്ചിരിക്ക് പിന്നിലും വേദനകളുണ്ട്. ആ വേദനകൾ അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർ മൗനത്തെ സ്വീകരിക്കുന്നത്. ചിലർ സംസാരിക്കുന്നത് സന്തോഷം കൊണ്ടല്ല, അവർക്ക് പറയാനുള്ളത് വളരെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. മൗനം എന്നത് വെറുതെ സംസാരിക്കാതിരിക്കുക മാത്രമല്ല, മൗനം എന്നത് നമ്മൾ മനസ്സിന് നൽകുന്ന ഒരു ഇടവേളയാണ്, ചിന്തകൾ തുറന്നു കൊടുക്കലാണ്. ഒരു മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് തീരുമാനങ്ങളിലാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ മൗനത്തിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. എപ്പോൾ എന്തു പറയണം, ആരെ വിശ്വസിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതെ ഇരിക്കണം, ഇങ്ങനെയുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും നീണ്ട മൗനങ്ങളിൽ നിന്നാണ്. നമുക്ക് ഒരു വലിയ തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മൗനമായിരുന്ന് ആലോചിക്കുന്നത് വർഷങ്ങളുടെ തെറ്റ് ഒഴിവാക്കുവാനും, ചില രാത്രികളിൽ മൗനം പാലിക്കുന്നത് ജീവിതം മാറ്റിമറിക്കാനും സഹായിക്കുന്നു. ഏറ്റവും മനസ്സ് കൂടുതൽ സംസാരിക്കുന്നത് നമ്മൾ കുറച്ചു നേരം മൗനമായിരിക്കുമ്പോഴാണ്. എല്ലാ ചോദ്യങ്ങൾക്കും വാക്കുകൾ കൊണ്ട് മറുപടി പറയില്ല. ചിലപ്പോൾ കണ്ണുകൾ പറയും, ചിലപ്പോൾ സാന്നിധ്യം കൊണ്ട് പറയും, ചിലപ്പോൾ സമയം പറയും, ചിലപ്പോൾ മൗനം തന്നെ ഉത്തരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് എപ്പോഴാണ് പോകാതിരിക്കാൻ നിങ്ങൾ മൗനം പാലിച്ചത് എന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.